പ്രിയമുള്ള അബ്ദുറഹീമിനോട്, അല്ല അവരുടെ വേണ്ടപ്പെട്ടവരോടാണ്. അമിതമായാൽ ഒന്നും അത്ര സുഖമുള്ളതാവില്ല. കാഴ്ചയും കേൾവിയുമൊന്നും അത്ര രസകരമാവില്ല. 20 വർഷത്തോളം ജയിലറയിൽ കഴിഞ്ഞ ഒരാൾക്ക് ഇന്നീ നാട്ടിൽ നടക്കുന്ന പുതുമയുള്ള വാർത്തകളെക്കുറിച്ചോ പുതിയ സംസ്കാരങ്ങളെക്കുറിച്ചോ അത്ര അറിവുണ്ടാവണമെന്നില്ല. സോഷ്യൽ മീഡിയകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ വ്യൂവേഴ്സിനും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടി എന്ത് വാർത്തകളും ഏതു തരം വാക്യങ്ങളും പകർത്തി പടച്ചുവിടുന്ന ഈ പുതിയ കാലത്ത് നന്മയേക്കാളേറെ തിന്മകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അബ്ദുറഹീം എന്ന സഹോദരൻ പുറത്തു വന്നത് മുതലേ അദ്ദേഹത്തിൻ്റെ വാർത്തകളും അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളതുമെല്ലാം നാം കേട്ടു. അതെല്ലാം വേണ്ടത് തന്നെ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ഷൂട്ടിങ്ങുകളും ഇൻ്റർവ്യൂകളുമെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമായാണ് തോന്നുന്നത്. ഒന്ന് നമ്മൾ ആലോചിക്കണം, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലല്ല അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നത്. അബദ്ധത്തിലാണെങ്കിലും അദ്ദേഹം ചെയ്തത് പാതകം തന്നെയാണ്. അതിനുള്ള ശിക്ഷ അനുഭവിച്ച് നമ്മളടക്കമുള്ള മലയാളികളുടെ ശ്രമഫലമായി അദ്ദേഹം തിരിച്ചു വന്നത് സന്തോഷം നൽകുന്നുണ്ടുവെങ്കിലും ഈ വീരവേഷവും താരപരിവേഷവും അത്ര കണ്ട് നല്ലതായി തോന്നുന്നില്ല. ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ നാളെ ഒരു ചെറിയ നാക്കുപിഴ വന്നാൽ എയറിലേക്ക് ഉയർത്തിവിടും. അതുകൊണ്ട് തന്നെ ദയവായി പായസ മീഡിയ, പഞ്ചാര മീഡിയ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളോടും ഇനി ഒരകലം പാലിച്ചാൽ ഇപ്പോഴുള്ള ഈ സ്നേഹം, അനുകമ്പ അങ്ങനെ തന്നെ നിലനിർത്താം. ഇല്ലെങ്കിൽ ഇദ്ദേഹവും നാളെ ഒരു പരിഹാസ കഥാപാത്രമായി നമ്മിൽ നിറഞ്ഞു നിൽക്കും.